ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോർട്ടീവയുടെ സെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. അപ്പം നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കോർട്ടീവ ഫെർട്ടിലൈസർ സെഗ്മെന്റിലോട്ട് വന്നിട്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് കാൽസ്യം നമ്മളൊരു ബോറോൺ പരിചയപ്പെടുത്തിയിരുന്നു. ബോറോൺ അല്ല, ബോറോണോ സൈറ്റോകൈനും കുറച്ച് മൈക്രോന്യൂട്രിയൻസ് എല്ലാം വരുന്നൊരു കോമ്പിനേഷൻ. അതേപോലെ 5545 എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസർ ഇറങ്ങിയിട്ടുണ്ട്. 1054 എന്നൊക്കെ പറഞ്ഞ ഹാർവസ്റ്റ് മോർ എന്ന് പറഞ്ഞ ഒരു പേരിൽ കുറേ ഫെർട്ടിലൈസറുകൾ അവർ ഇറക്കുന്നുണ്ട്. അതിനുശേഷം വന്നൊരു പ്രോഡക്റ്റാണ് സെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പം സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം സെറ്റിൻ്റെ 2 പാക്കിങ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഒന്ന് 400 ml, ഒന്ന് 800 ml ആണ്. അപ്പോൾ 800 ml ആണ് മാക്സിമം വലിയ സൈസ്. അപ്പം സെറ്റിനകത്ത് മെയിനായിട്ട് അവർ കൊടുത്തിരിക്കുന്ന കാൽസ്യമാണ്, ലിക്വിഡ് കാൽസ്യം നമുക്ക് വേണമെങ്കിൽ പറയാം. കാൽസ്യം പ്ലസ് ബോറോൺ എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഏലച്ചെടികൾക്ക് പൊതുവെ കാൽസ്യത്തിൻ്റെ ആവശ്യകത എല്ലാ കൃഷിക്കാർക്കും അറിയാം. അപ്പം കാൽസ്യം എന്തിനാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ സെല്ലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട്. നമ്മുടെ പല്ലിൻ്റെ സ്ട്രെങ്തിന് നമ്മൾ കാൽസ്യം വേണമെന്ന് പറഞ്ഞാൽ എല്ലിനും പല്ലിനൊക്കെ കാൽസ്യം വേണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ സെല്ലിനാണ് ഈ കാൽസ്യം കൊണ്ട് ഉപയോഗം. അതിനൊപ്പം നമ്മുടെ ചെടിയുടെ ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റാണ്, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കറക്റ്റ് ആകാനായിട്ടും കാൽസ്യം സഹായിക്കാറുണ്ട്. അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഫ്ലവറിങ്ങിനും ഫ്രൂട്ട് ഡ്രോപ്പിങ്സ് കുറയ്ക്കാനായിട്ട്, അത് മഞ്ഞപ്പിഞ്ച് കുറയ്ക്കാനൊക്കെ ആയിട്ട് കാൽസ്യം എന്ന് പറയുന്ന മൂലകം അത്യന്താപേക്ഷമാണ്. ഒരു ഏലച്ചെടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം NPK ആവശ്യമാണോ അത്രത്തോളം കാൽസ്യം ആവശ്യമാണ്. ഈ കാൽസ്യം എന്നില്ല, ഏതൊരു കാൽസ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുമ്മായം തൊട്ട് കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം തയോസൾഫേറ്റ്, കാൽസ്യം പ്ലസ് ബോറോൺ, കാസ്ബോ എന്ന് പറയുന്ന കോമ്പിനേഷൻ, അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാൽസ്യം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു കാൽസ്യത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാൽസ്യം എന്ന് വേണം നമുക്ക് ഇവനെ വിളിക്കാം. അതിന് കാരണം എന്താ വെച്ചാൽ, ഒന്ന്, കാൽസ്യത്തിന് പൊതുവെ മൂവ്മെൻറ്റ് കുറവാണ്. കാൽസ്യത്തിനെ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന മോസ്റ്റ് നൊട്ടോറിയസ് ന്യൂട്രിയൻ്റ് എന്നാണ് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത ഫോസ്ഫറസ് മണ്ണിലുണ്ടെങ്കിൽ കാൽസ്യം ഫോസ്ഫറസും കൂടെ റിയാക്ട് ചെയ്തിട്ട് ചെടിക്ക് കിട്ടാത്ത അവസ്ഥ വരും. സൾഫർ ഉണ്ടെങ്കിൽ കാൽസ്യവും സൾഫറും കൂടെ ബൈൻഡാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സിങ്കുമായിട്ട് പ്രശ്നമാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമുള്ളൊരു ന്യൂട്രിയൻ്റാണ് കാൽസ്യം. പക്ഷേ ചെടിക്ക് കാൽസ്യം മസ്റ്റായിട്ട് ആവശ്യമാണ്. അതാണ്. പിന്നെ ഈ കാൽസ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ഇവന് മൂവ്മെൻറ്റ് ഭയങ്കര കുറവാണ്. നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ അളവിലെ കാൽസ്യം ചെടി എടുക്കുള്ളൂ. എടുത്ത ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലൊന്നും എത്തണമെന്നില്ല. നമ്മൾ കൊടുക്കുന്നത് ചെടിയുടെ ടോപ്പിൽ നിന്ന് 2ാമത്തെ പൊസിഷൻ വരുന്ന ലീഫിലൊക്കെയാണ് കൂടുതലായിട്ട് ഇവൻ പോയി ഡിപ്പോസിറ്റ് ആകുന്നത്, സൈലം വഴി പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് കാൽസ്യത്തിന്. കാൽസ്യം നമ്മൾ EDT ഫോമിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കുക, സ്പ്രേ ചെയ്യുന്നു, ഇവിടെ വീഴുന്ന കാൽസ്യം ഉള്ളിലോട്ട് കയറി അവിടുത്തെ സെല്ലിന് കാൽസ്യം പെപ്റ്റൈനായിട്ട് ഡിപ്പോസിറ്റ് ആയി ആ സെല്ലിന് നല്ല സ്ട്രെങ്ത് കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഇവൻ്റെ ഒരു ആക്ടിവിറ്റി. അപ്പം കാൽസ്യത്തിന് മൂവ്മെൻ്റ് ഇല്ല. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് കോർട്ടീവ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. ഒരു മൂവ്മെൻറ്റുള്ള കാൽസ്യം, ചെടി കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽസ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടാണ് സെറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് ചിലേറ്റൽ കാൽസ്യം അല്ലെങ്കിൽ EDT ഫോമിൽ വരുന്ന കാൽസ്യമാണ് അവൈലബിൾ ആകുന്നത്. ഇത് ശരിക്കും EDT ഫോമിൽ വരുന്ന കാൽസ്യം അല്ല, പോളിയമിൻ ടെക്നോളജി വരുന്ന കാൽസ്യമാണ്. ഈ പോളിയമിൻ ടെക്നോളജിയാണ് കാൽസ്യത്തിന് ചെടിയിൽ മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഈ കാൽസ്യം വേറൊരു പ്രത്യേകതകളുണ്ട്. ഇത് ക്ലോറൈഡ് ഫോമിൽ വരുന്ന കാൽസ്യമാണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 90% കാൽസ്യങ്ങളും ഓക്സൈഡ് ഫോമിലാണ്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്ന കാൽസ്യം ക്ലോറൈഡ് ഫോമിലാണ്. ഇതിനു മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു കാൽസ്യം ഉണ്ടായിരുന്നു, ആരാണ് സ്റ്റോപ്പിറ്റ് എന്ന് പറഞ്ഞ കാൽസ്യം, അതും ക്ലോറൈഡ് ഫോമിലാണ്. ഈ ക്ലോറൈഡ് ഫോമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലോറൈഡ് ഫോം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ചെടിയിലായാലും അതോ സ്പ്രേ ചെയ്യുമ്പോൾ ചെടിയിൽ ഡ്രഞ്ച് ചെയ്യണമെങ്കിൽ മണ്ണിൽ കൊടുക്കുകയാണെങ്കിലും സെഡിമെൻറ്റ്സ് വളരെ കുറവാണ്. സെഡിമെൻറ്റ്സ് വളരെ കുറവായിട്ട് ഒരു 90% ചെടിക്ക് അപ്ടേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലോറൈഡ് ഫോം വരുന്നത്. അതിനൊപ്പം മൂവ്മെൻറ്റും കൂടെ കൊടുക്കുന്ന ഒരു കാൽസ്യമാണ് ഈ കോർട്ടീവയുടെ സെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പം മെയിനായിട്ടും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാൽസ്യത്തിന് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ചെടിയിൽ എവിടെയാണോ കാൽസ്യത്തിൻ്റെ ആവശ്യകത അങ്ങോട്ട് മൂവ് ചെയ്യാൻ ശേഷിയുള്ള ഒരു കാൽസ്യം, പ്ലസ് അതിൻ്റെ കൂടെ കാൽസ്യം പ്ലസ് ബോറോൺ ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട് സെറ്റിങ്സിനെ നല്ലപോലെ സഹായിക്കും. ഫ്രൂട്ട് സെറ്റിങ്ങിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കാൽസ്യം പ്ലസ് ബോറോൺ വരുമ്പോൾ ചെടിക്ക് കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ കായൽ കരിയെണ്ണോ കായ്ക്കൊരു തൂക്കമൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിനപ്പോൾ ചെടിക്ക് സ്ട്രെങ്ത് കൂടുന്നുണ്ട്, നല്ല നാരുകട്ടി കൂടുന്നത്. നമ്മുടെ സെല്ലിൽ കാൽസ്യം പെപ്റ്റൈനായിട്ട് ഡിപ്പോസിറ്റ് ആകുന്നുണ്ടെന്ന് സെല്ലിന് സ്ട്രെങ്ത് കൂടും, ഓട്ടോമാറ്റിക്കലി ചെടിക്ക് നാരുകട്ടി കൂടും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാൽസ്യമാണ് കാൽസ്യം പെപ്റ്റൈൻ എന്ന് പറയുന്ന ഫോമിലോട്ട് മാറി. ഇത് ശരിക്കും ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാൽസ്യം 11% മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു 11% കാൽസ്യം, അതിനൊപ്പം 2% ബോറോണുമാണ് വരുന്നത്. നമുക്ക് എപ്പോഴും കാൽസ്യത്തിനോട് ഒരു ബോറോൺ ഉണ്ടെങ്കിലേ കാൽസ്യത്തിന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ.
അതിൻ്റെ കൂടെ പോളിയമീൻ ടെക്നോളജിയിലൂടെ കാൽസ്യം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആണ്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ചെടിയിലെ സൈലം ഫ്ലോറത്തിലൂടെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തി കാൽസ്യത്തിൻ്റെ ഒരു അപര്യാപ്തത പൂർണ്ണമായിട്ട് നീക്കാൻ ശേഷിയുള്ളൊരു കാൽസ്യമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഈ പോളിയമീൻ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗിസൈഡിൻ്റെ കൂടെ കൊടുക്കാം, പെസ്റ്റിസൈഡിൻ്റെ കൂടെ കൊടുക്കാം, ബയോസ്റ്റിമുലൻറ്റിൻ്റെ കൂടെ കൊടുക്കാം, വേണമെങ്കിൽ സോയിൽ ആപ്ലിക്കേഷൻ ട്രെഞ്ച് ചെയ്യുന്ന വളങ്ങളോട് കൊടുക്കാം. അങ്ങനെ ഏത് തലത്തിലും ഇതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പോൾ സെറ്റിൻ്റെ ഒരു പാക്കിങ്ങിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. 400 മില്ലി 800 മില്ലിയാണ് പാക്കിങ് വരുന്നത്. 150 തൊട്ട് 200 മില്ലി വരെയാണ് സെറ്റിൻ്റെ ഡോസേജ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു വേരുപു അല്ലെങ്കിൽ മീലിബഗിന് ഒരു ഡ്രഞ്ചിങ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നെമറ്റോഡിന് ഒരു ഡ്രഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് പോലുള്ള സെറ്റ് നമ്മൾ 100 മില്ലി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ക്ലോറൈഡ് ഫോമിലായത് കാരണം മറ്റ് സെഡിമെന്റ്സ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് റൂട്ടിങ്ങിലോട്ട് ചെടി വരികയും നല്ലൊരു റിസൾട്ട് കാണിക്കുകയും ചെയ്യും. പെട്ടെന്ന് റൂട്ടിങ്ങിലോട്ട് വരികയും നെമറ്റോഡ് നല്ല കൺട്രോൾ കിട്ടുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. അതാണ് മെയിനായിട്ട്. ശരിക്കും നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ കാൽസ്യം ഉണ്ട്. ആ കാൽസ്യത്തിന് ഈ സെറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഇതാണ്. നിങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കാണണ്ട, നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഇത് 400 മില്ലിയുടെ ഒരു ബോട്ടിൽ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് ബെറ്റർ റിസൾട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു കാൽസ്യമാണ്. നമുക്ക് എന്താ പറയുക, ഈ ക്ലോറൈഡ് ഫോമിലുള്ള കാൽസ്യം കുറച്ചും കൂടെ എഫിക്കസി കൂടുതലായിരിക്കും മറ്റു കാൽസ്യത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കാൽസ്യമാണ്. ഏകദേശം 900 രൂപ റേഞ്ചിൽ വില വരുന്നതാണ് 800 മില്ലിക്ക്. 150 തൊട്ട് 200 മില്ലി വരെ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു കാൽസ്യത്തിൻ്റെ ഒരു പ്രത്യേകത വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചെടിയിൽ ഈ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് എത്തിലീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. എത്തിലീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഫ്രൂട്ട് ഡ്രോപ്പിങ്സ് കൂടുതലായിട്ട് കൊണ്ടുവരും. കാരണം എത്തിലീനെ ഒന്ന് സപ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാൽസ്യം കൂടാണ് കാൽസ്യം പ്ലസ് ബോറോൺ നമ്മുടെ ചെടിയിലൂടെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെയാണ് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ തടയുന്നത്. അല്ലാതെ നമ്മൾ ഇത് അടിച്ചുകൊണ്ട് പെട്ടെന്ന് കായ സെറ്റ് ആവുമെന്നല്ല. എത്തിലീൻ്റെ പ്രൊഡക്ഷനെ ലോവർ ചെയ്തിട്ട് സൈറ്റോകിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കായ് സെറ്റ് ആകണം. ശരിക്കും ഇവിടെ ഇത് ചെയ്യുന്നത് എത്തിലീൻ്റെ ചെടിയിലൊന്ന് കുറയ്ക്കുക എന്നുള്ള പണി മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ട് ഡ്രോപ്പിങ്സ് കുറഞ്ഞിട്ട് കായ് പിടിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. പിന്നെ നമുക്കറിയാം നല്ല രീതിയിൽ കാൽസ്യം പ്ലസ് ബോറോൺ ചെടിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഫെർട്ടിലൈസ് ആകാൻ ശേഷിയുള്ള പൂക്കൾ ഉണ്ടാകുന്നതിനൊപ്പം നല്ല തൂക്കമുള്ള കായകൾ കൂടെ നമുക്ക് കിട്ടും. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. നമ്മളിത് എല്ലാവരും മേടിച്ച് ഉപയോഗിക്കണം ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മളിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കമൻറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.